ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ക്യാമ്പസിലാണ്. കഴിഞ്ഞ ലൈവുകളിൽ നമ്മൾ ത്വയ്ബയുടെ മെയിൻ ക്യാമ്പസിനെയും അതുപോലെ അക്കാഡമിക് ബിൽഡിംഗ് പണി നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പസിനെയൊക്കെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഈ ലൈവിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ബോയ്സിൻ്റെ റെസിഡൻഷ്യൽ ക്യാമ്പസും അതോടുകൂടെ ബോയ്സ് ഓർഫനേജും പിന്നെ നമ്മുടെ ഇവിടുത്തെ ഓഫീസും പിന്നെ തഹ്ഫീദുൽ ഖുർആൻ സ്ഥാപനവുമാണ്. അതോടുകൂടി പള്ളിയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആദ്യം ഒരു ചെറിയൊരു പള്ളി 150 ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു പള്ളിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ വർദ്ധിച്ചു. അതുപോലെ ക്യാമ്പസിൽ വലിയൊരു പള്ളിയുടെ ആവശ്യം വന്നു. സ്റ്റാഫുകൾ വർദ്ധിച്ചു. സ്റ്റാഫുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ റെസിഡൻഷ്യൽ ക്യാമ്പസിലേക്ക് വരുന്ന വിദ്യാർത്ഥികളിൽ പല രൂപത്തിലുള്ള വിദ്യാർത്ഥികൾ വരാൻ തുടങ്ങി. അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെയാണ് ഈ ക്യാമ്പസിലെ പള്ളി വിശാലമാക്കേണ്ടി വന്നത്. അൽഹംദുലില്ലാ പല ആളുകളുടെയും സഹായം കൊണ്ട് പള്ളിയുടെ പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പള്ളി പൂർത്തിയാകുന്നതോടുകൂടി വിദ്യാർത്ഥികൾക്ക് നിസ്കരിക്കാനും അതുപോലെ വീക്ക്ലി സ്പിരിച്വൽ ഗ്യാതറിങ്ങിനും ഒക്കെ പറ്റുന്ന നല്ലൊരു സംവിധാനമായി മാറും. അതോടുകൂടെ തന്നെ നമ്മുടെ സ്റ്റാഫുകൾക്ക് താമസിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ പള്ളിയുടെ സൈഡിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്ന വിദ്യാർത്ഥികളുടെ പാരൻസിന് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം കൂടി നമ്മൾ പള്ളിയോട് ചേർന്ന് ഒരുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പർപ്പസ് ഉദ്ദേശം വെച്ചുകൊണ്ടാണ് പള്ളിയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം അൽഹംദുലില്ലാ നല്ല വിശാലമായ ഗ്രൗണ്ട് ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഇനിയും ഒരുപാട് വർക്ക് ചെയ്ത് ലാൻഡ്സ്കേപ്പ് ചെയ്ത് ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ പൂർത്തീകരിക്കും. പിന്നെ അതോടുകൂടെ തന്നെ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നമ്മുടെ വിദ്യാർത്ഥികൾ എൻവിറോൺമെൻറ്റ് ഡേയിൽ പരിസ്ഥിതി ദിനത്തിൽ നട്ട മാവും അതുപോലെ പേരയും പിന്നെ മറ്റു ചിക്കു അതുപോലെ മറ്റു പല വൃക്ഷത്തൈകളും വളർന്ന് ഒരുപാട് വലുതായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വർഷം തന്നെ മാവൊക്കെ പൂത്ത് മാങ്ങ ഫലം കായ്ച്ചിരുന്നു. അതിൻ്റെ ഈ വാളിൻ്റെ അപ്പുറത്തുകൂടി നമ്മുടെ ലാൻഡ് ഒരു 3 ഏക്കറിലധികമുള്ള സ്ഥലം അതിനപ്പുറത്ത് നമ്മുടേതുണ്ട്. ഇൻഷാ അല്ലാഹ് അവിടങ്ങളിലൊക്കെ കൃഷിയും മറ്റു വിദ്യാർത്ഥികൾക്ക് കൂടി ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന രൂപങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഓർഫനേജിൻ്റെ വർക്ക് പകുതിയായി അങ്ങനെ കിടക്കുകയാണ്. അവിടെയും പിന്നെ വർക്കുകൾ നടക്കേണ്ടതുണ്ട്. ഓരോന്നായി ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പലരും അത് ഏറ്റെടുക്കുമ്പോൾ ചെറിയ രൂപത്തിൽ എല്ലാം നമ്മുടെ ഇന്നലെ ലൈവിൽ കാണിച്ച നമ്മുടെ അവിടുത്തെ കൺസെഷൻസ് ആയാലും ഇവിടുത്തതായാലും നമ്മുടെ ഏത് ക്യാമ്പസിലും ഇപ്പോൾ ജാർഖണ്ഡിലായാലും ബീഹാറിലായാലും മണിപ്പൂരിലായാലും എല്ലാം നമ്മളിങ്ങനെ ചെറിയ സംവിധാനങ്ങൾ കൂട്ടിയാണ് ഇതുപോലെയുള്ളൊരു ക്യാമ്പസാക്കി മാറ്റിയത്. എല്ലാം ഒരു ക്ലാസ് റൂം 2 ക്ലാസ് റൂമൊക്കെ ഇങ്ങനെ കൂട്ടിയാണ് നമ്മൾ ഇതുപോലെയുള്ള ഒരു സംവിധാനം ആക്കി മാറ്റിയത്. ഇനി ഇതിൻ്റെ നേരെ അപ്പുറത്ത് ഗേൾസിൻ്റെ റെസിഡൻഷ്യൽ ക്യാമ്പസ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ലൈവിൽ നമുക്ക് കാണാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശാലമായ സൗകര്യമാണ് ഇവിടെ ഉള്ളത്. അൽഹംദുലില്ലാ ഇവിടെ നിന്നാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്നാണ് തഹ്ഫീദുൽ ഖുർആൻ സ്ഥാപനത്തിൽ നിന്നാണ് 2 ദിവസം മുമ്പ്
നമ്മുടെ ഒരു 2 വിദ്യാർത്ഥികൾ ഹിഫ്ള് പൂർത്തീകരിച്ചു. ആദ്യമായി 3 വർഷമാണ് നമ്മൾ ഏകദേശം നമ്മുടെ ഈ തഹ്ഫീദുൽ ഖുർആൻ സ്ഥാപനം ആരംഭിച്ചിട്ടായത്. ഇവിടെ നിന്ന് 2 വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാ ഹിഫ്ള് പൂർത്തിയാക്കി. അവരുടെ അവസാന ഭാഗങ്ങൾ കേൾക്കാനും അതോടുകൂടെ അവരുടെ പാരൻസും നാട്ടുകാരൊക്കെ കൂടിയ ഒരു ഗ്യാതറിങ് കഴിഞ്ഞ ദിവസം നമ്മുടെ മെയിൻ ക്യാമ്പസിൽ നടന്നിരുന്നു. കുട്ടികളും പാരൻസൊക്കെ വളരെ വളരെ മാഷാ അല്ലാഹ് വളരെ സന്തോഷവാന്മാർ. അതിലുപരി അതിനുവേണ്ടി ഇങ്ങനെ ഖാദിമീങ്ങളായ ഞങ്ങളൊക്കെ വലിയ സന്തോഷവാന്മാരാണ്. അതിനേക്കാളൊക്കെ മാഷാ അല്ലാഹ് ഈ ബിൽഡിങ്ങിൻ്റെ ഫുൾ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് അതിൻ്റെ പിന്നെ അത് ബിൽഡിങ് കൺസ്ട്രക്റ്റ് ചെയ്തു തന്ന നമ്മുടെ പ്രിയപ്പെട്ട സുബൈർ ഹാജിക്ക ചെമ്മാട്, അദ്ദേഹത്തിന് അള്ളാഹു വലിയ പ്രതിഫലം നൽകട്ടെ. ഖുർആൻ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമ എന്നാണല്ലോ. അപ്പോൾ ആ ഖുർആൻ പഠിപ്പിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി തന്ന അദ്ദേഹത്തിന് അള്ളാഹു വലിയ പ്രതിഫലം നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ഉപ്പയുടെ പേരിലാണ് ആ ഒരു സൗകര്യം ഒരുക്കി തന്നത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ ഖബർ സുഖലോക സ്വർഗത്തിൽ നിന്നുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമാറാകട്ടെ. നമ്മളീ അവരെയൊക്കെ സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇത്രയും നല്ലൊരു ബിൽഡിംഗ് ഇനി ഇൻഷാ അല്ലാഹ് അദ്ദേഹം ഇപ്പോൾ ഇന്നലെ അതിൻ്റെ ആ ഒരു വിദ്യാർത്ഥികൾ പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷം അറിയിച്ചപ്പോൾ അദ്ദേഹം മുകളിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിന് മുകളിലേക്ക് കൂടി സൗകര്യങ്ങൾ ഒരുക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 68 വിദ്യാർത്ഥികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഹോസ്റ്റലും അവരുടെ ക്ലാസ്സും എല്ലാം ഇവിടെ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് പള്ളി പൂർത്തിയാകുന്നതോടുകൂടി കുറച്ച് കുട്ടികൾക്ക് പള്ളിയിൽ കൂടി പഠിക്കാനുള്ള അവസരങ്ങൾ സൗകര്യങ്ങൾ നമ്മൾക്ക് ഒരുക്കണം എന്നുകൂടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വിശാലമായ ഈ സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്നത്, അതുപോലെ പ്രത്യേകിച്ച് ഹിഫ്ള് ഓർഫനേജിൽ 100-ലധികം വിദ്യാർത്ഥികൾ 120-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ വേണ്ടുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കി തന്നത് നമ്മുടെ അവർക്കൊക്കെ വേണ്ടിയുള്ള ഭക്ഷണവും മറ്റൊക്കെ ഒരുക്കി തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. അവരുടെ തക്കാഫിലേറ്റെടുത്തവരുണ്ട്, അതുപോലെ ഹിഫ്ളിലെ മക്കളുടെ എടുത്തവരുണ്ട്, അവരുടെ ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ ഞങ്ങളൊക്കെ ഉണ്ടാകണം എന്നൊരിക്കൽ കൂടി അറിയിച്ച്, ഇതുപോലെയുള്ള ഇതൊക്കെ ഇപ്പോൾ നിങ്ങളെ മുമ്പിൽ പറയുമ്പോൾ ഇതൊക്കെ പുതിയ ആളുകളിലേക്ക് കൂടി എത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ പറയുന്നത്. കാരണം പുതിയ ആളുകളിലേക്ക് എത്തുമ്പോഴാണ് അവരുടെ കൂടി സഹായം, അവരുടെ കൂടി പ്രാർത്ഥന നമുക്ക് കൂടെ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനെ പുതിയ ആളുകളിലേക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങളുടെ കുടുംബക്കാരിലേക്ക് ഒക്കെ ഇതിൻ്റെ ആശയങ്ങളെ, ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ പ്രത്യേകം എത്തിക്കുന്നതിൽ ഉത്സാഹം കാണിക്കണം എന്ന് അറിയിക്കുന്നു. ഇത് ഷെയർ ചെയ്ത് അതുപോലെ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടിയുള്ള സഹായങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.